ഹായ് എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഞാനിപ്പോൾ ഉള്ളത് ഓൾ ഇന്ത്യ നേപ്പാൾ ഭൂട്ടാൻ സൈക്കിൾ ടൂറിലാണ്. നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും കേട്ടോ. നമ്മൾ ഏകദേശം 2 വർഷത്തോളമായി നമ്മുടെ യാത്ര തുടങ്ങിയിട്ട് ഇപ്പോൾ എത്തി നിൽക്കുന്നത് അരുണാചലിലെ റോയിങ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. റോയിങ്ങിൽ നിന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം സ്റ്റാർട്ട് ചെയ്തതാണ്. നമ്മൾ അധിക ദൂരം സഞ്ചരിച്ചില്ല, കാരണം ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ടൈഗർ ഇറങ്ങണ ഒരു ഏരിയയാണ്, അതായത് കടുവ ഇറങ്ങുന്ന ഏരിയയാണ്. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര റെസ്ട്രിക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപകടം നിറഞ്ഞ ഏരിയയാണ്. ഇപ്പോൾ നമ്മൾ വന്നവയ്ക്കവിടെ ഒരു ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ഉണ്ട്. അപ്പോൾ അവർ കുറച്ച് കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞാൽ പോകേണ്ട കാര്യങ്ങളൊക്കെ, അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇതിൽ ആഡ് ചെയ്യാം. നിങ്ങളതൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കട്ടോ. നമ്മളിപ്പോൾ അയോധ്യ പോണ റൂട്ടിലാണ്. അപ്പോൾ അതേ ഇവിടെ ഒരു ഭയ്യ ഉണ്ട് കേട്ടോ. ഹായ് ഭയ്യ, आपका नाम क्या है? सुजीत. आप कहाँ से हो? मैं बिहार से. अच्छा, बिहार कौन सा जगह? मधुबनी. मधुबनी आपका? अच्छा, बिहार भी गया मैं. मेरे को इधर वंदटा केक. थैंक यू भैया. कल हम मिला है ना रास्ता में? रात में मिलता है. यहाँ से कितना दूर लगेगा अयोध्या? अयोध्या आपका 50 किलोमीटर. अब गया? हाँ, मैं जाके आया ना. अच्छा, मजा है ना? मजा. ओके, थैंक यू भैया. ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ. അയോധ്യ പാസ് ആണെങ്കിൽ 54 കിലോമീറ്റർ. പിന്നെ ഇവിടെ ഒരു യാത്രി നിവാസം ഉണ്ട് കേട്ടോ. ഇത് ഗവൺമെൻറ്റിൻ്റെയാണ്. ഈ കാണുന്നതാണ് യാത്രി നിവാസ്. അതുപോലെ അനിനിയാണെങ്കിൽ 227 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഉള്ളത് റോയിങ്ങിൽ നിന്നും അനിനി പോണ റൂട്ടിലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു പ്രശ്നം ഉണ്ടായി. റോയിങ്ങിൽ നിന്നും അയോധ്യ പോണ റൂട്ടിൽ ടൈഗറിൻ്റെ അറ്റാക്ക് ഉണ്ടായി. കുറച്ച് പേരെയൊക്കെ അറ്റാക്ക് ചെയ്തിട്ടാ. ലാസ്റ്റ് അറ്റാക്ക് ചെയ്തത് ഒരു പോലീസുകാരനാണ്. അയാളെ കടിച്ച് കീറി എന്നാണ് പറഞ്ഞത്, കടിച്ച് തിന്നെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇത് സ്ട്രിക്റ്റ് ആക്കിയേക്കണം കേട്ടോ. നമുക്ക് ഇതിൻ്റെ ഉള്ളിലൂടെ യാത്ര ചെയ്യണമെങ്കിൽ, അതായത് റോയിങ്ങിൽ നിന്നും അയോധ്യ അല്ലെങ്കിൽ അനിനി പോകണമെങ്കിൽ നമ്മളിവിടെ ജസ്റ്റ് പെർമിഷനും കാര്യങ്ങളൊക്കെ എടുത്തിട്ടേ നമുക്ക് പോകാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ പെർമിഷനും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം ഇവിടെ ഫില്ല് ചെയ്യണം കേട്ടോ. ഒരു ഫോം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് കണ്ടില്ലേ, ഇതൊരു ഫോമാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അഡ്രസ്സ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുക്കണം കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ പോണ റൂട്ടിൽ നമ്മളെ ടൈഗർ അറ്റാക്ക് ചെയ്ത് കടിച്ച് തിന്നെ ചെയ്ത് കഴിഞ്ഞാൽ ഇവരാരും ഉത്തരവാദികളല്ല എന്ന് പറഞ്ഞ് നമ്മൾ സ്വമേധയാ സമ്മതപത്രം എഴുതി കൊടുക്കണം. പിന്നെ അതുപോലെ ഫോറസ്റ്റിൻ്റെ ചാർജ് ഉണ്ട് 50 രൂപ. അതും കൂടെ കൊടുത്താൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും പറഞ്ഞെങ്കിൽ ഇതെല്ലാം ചെയ്തിട്ട് മാത്രമേ നിങ്ങൾക്കും പോകാൻ പറ്റുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഇപ്പോഴും ഭയങ്കര ഡേഞ്ചറാണ്. അതുകൊണ്ട് നമ്മളെയും കടത്തി വിട്ടില്ല കേട്ടോ. എൻ്റെ സൈക്കിൾ ഇവിടെയുണ്ട്. ഈ കാണുന്നതാണ് ഫോറസ്റ്റിൻ്റെ ഒരു ചെറിയൊരു ചെക്ക് പോയിൻ്റ് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ എഴുതി കൊടുക്കണം. ഞാനിപ്പോൾ ഒരു വണ്ടി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന കേട്ടോ. വണ്ടി വന്നാൽ മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. ഏതെങ്കിലും ഒരു വണ്ടിയിൽ കയറ്റി വിടാമെന്നാണ് ഇവർ പറഞ്ഞത്. അല്ലെങ്കിൽ നമുക്ക് റിട്ടേൺ പോകേണ്ടി വരും കേട്ടോ. കാരണം ഭയങ്കര റിസ്ക്കാണ്. ഒരു ടൈഗർ അല്ല കേട്ടോ, 3 4 ഒക്കെ ഉണ്ട്. ഒരുപാടുണ്ടാവും. ഇതൊരു വൈൽഡ് ലൈഫ് സാഞ്ചുറിയാണ്. അപ്പോൾ എന്തായാലും നമുക്കിവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാട്ടെ. എൻ്റെ സൈക്കിൾ ഇതുണ്ട്. നീ കാണുന്നതാണ് ഫോറസ്റ്റിൻ്റെ ചെക്ക് പോസ്റ്റ് കേട്ടോ. നമ്മളെ ഇന്ന് താമസിക്കുന്നത് ഇവിടെ ഒരു പെട്രോൾ പമ്പിലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ടെൻ്റ് അടിക്കാമെന്ന് വിചാരിച്ച്. ഇതിലിപ്പോൾ പെട്രോളൊന്നും ഇല്ല, കാലിയാണ്. പക്ഷേ ഇപ്പോൾ നല്ലൊരു മഴ പെയ്തിട്ടാ. നല്ലൊരു മഴ പെയ്ത് ഇവിടെയൊക്കെ മൊത്തം നന്ദി ചീഞ്ഞിരിക്കണമായിരുന്നു. ഇപ്പോൾ ഒന്ന് ഉണങ്ങിയിട്ടുണ്ടെന്ന് തോന്നട്ടാ. രാത്രി മിക്കവാറും മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. രാത്രി എന്നല്ല, നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് നല്ല രീതിയിൽ മഴ കാണിക്കുന്നുണ്ട്. ഒരു പിടുത്തമില്ല കേട്ടോ. അപ്പോൾ എന്തായാലും കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഇവിടെ ടെൻ്റ് അടിക്കാം. ഈ കാര്യങ്ങളെല്ലാം ഓക്കെ ആണെങ്കിൽ മാത്രമേ അവർ വിടുള്ളൂ നമ്മളെ. അതുപോലെ തന്നെ ഇത് നമ്മുടെ ഓൺ റിസ്കിലാണ് നമുക്ക് സഞ്ചരിക്കാൻ പറ്റുള്ളൂ കേട്ടോ. പക്ഷേ ഇവരെന്നോട് കൂടുതലും പറഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും അങ്ങനെ പോകരുത്, നിങ്ങൾ വല്ല വണ്ടിയിലും കയറ്റി മാത്രം നിങ്ങൾ പോവുക. ഞാനപ്പോൾ പ്ലാൻ ഇട്ടേക്കുന്നത്, ഇൻ കേസ് ഏതെങ്കിലും വണ്ടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു അയോധ്യ വരെ പോകാൻ പ്ലാനുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് ചവിട്ടി പോകാനാണ് പ്ലാൻ ഇട്ടേക്കണത്. ഇതുവരെ ഒന്നും ആയിട്ടില്ല. അതുപോലെ ഇവിടെ വണ്ടികൾ കാര്യങ്ങൾ പോകണമെങ്കിലും ഫുള്ള് ലോഡായിട്ടാണ് പോണത്. ഇത്ര നേരം നമ്മൾ നോക്കി, ഫുള്ള് ലോഡായിട്ടാണ് പോണത്. അതുപോലെ ഞാൻ ഇന്നലെ താമസിച്ച സ്ഥലം ഈ കാണ പെട്രോൾ പമ്പിലാണ് കേട്ടോ. ഇവിടെ നമ്മൾ ടെൻ്റ് അടിച്ച് എൻ്റെ സൈക്കിൾ ഇവിടെ ഉണ്ട് കേട്ടോ. കാരണം ഇവിടെ വേറൊരു ഓപ്ഷൻ ഇല്ല. ഇവിടെ എവിടെയും കടകളോ കാര്യങ്ങളോ അല്ലെങ്കിൽ ടെൻ്റ് അടിക്കാനുള്ള സൗകര്യമില്ല. അപ്പുറത്ത് റെസ്റ്റോറൻ്റ് ഉണ്ട്, പക്ഷേ അവിടെ നമുക്ക് ടെൻ്റ് അടിക്കാൻ പറ്റില്ല കേട്ടോ. ചോദിച്ചു കഴിഞ്ഞാൽ അവരോട് അകത്ത് വേണമെങ്കിൽ കിടക്കാറുണ്ട്. ഞാൻ ചോദിക്കാൻ നിന്നില്ല. ഈ ഒരു പമ്പ് ഉണ്ട്. ഇവിടുത്തെ ആൾക്കാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇവിടെ ടെൻ്റ് അടിച്ചു. പിന്നെ അതുപോലെ തന്നെ വെള്ളം ഇങ്ങനെ നല്ല രീതിയിൽ ഒഴുകി ഇതിൻ്റെ അടിയിലൊക്കെ വരും കേട്ടോ. അപ്പോൾ ടെൻറ്റിൻ്റെ അടി ഭാഗത്തൊക്കെ വെള്ളം കയറുന്നുണ്ട്. കാരണം നമ്മൾ ടെൻറ്റ് കീറിയിരിക്കണേണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളമൊക്കെ കയറി നനഞ്ഞിരിക്കണേണ് കുറച്ച്. അപ്പോൾ എന്തായാലും ടെൻറ്റ് കാര്യങ്ങളെല്ലാം മടക്കി വെച്ചിട്ട് നമുക്ക് ഇവിടുന്ന് പയ്യെ റൈഡ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. നമ്മൾ ഈ ഒരു പെട്രോൾ പമ്പിൽ നിന്നും ഇറങ്ങണേണ്. ഇപ്പം മഴ ഒന്നും കൂടെ കൂടിയപ്പോൾ അത് ഇത് വൈകി ഫുള്ളിങ്ങനെ കോടുകൊണ്ട് മറിഞ്ഞേക്കണേ കേട്ടോ. ഇപ്പം ഇപ്പോൾ ഇറങ്ങിയപ്പോൾ നല്ലൊരു മഴ കിട്ടി. റെയിൻ കോട്ടൊക്കെ ഇട്ടിരിക്കണേട്ടാ. പക്ഷെ എന്നാലും നന്ദി ചീനി, എൻ്റെ പാൻറ്റൊക്കെ അത്യാവശ്യം നന്ദി ചെയ്യുന്നുണ്ടാ. പിന്നെ അതുപോലെ തന്നെ കുറച്ച് നേരം നമ്മൾ ആ ഒരു കഫേയിൽ വെയിറ്റ് ചെയ്ത് അത് കഴിഞ്ഞ് മഴയൊക്കെ ഒന്ന് കുറഞ്ഞപ്പോഴാണ് ഇറങ്ങിയേട്ടാ. ഇപ്പോൾ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്.
നമ്മൾ പോണ റൂട്ടാണ്ടാ. എന്ത് ഭംഗിയാണല്ലേ കാണാൻ വേണ്ടി. ഫുള്ള് പച്ചപ്പാണ്. അതുപോലെ തന്നെ പോണ റൂട്ടിലൊക്കെ ചെറിയ ചെറിയ വാട്ടർ പോയിന്റുകളൊക്കെ ഉണ്ട് കേട്ടോ. അത് ഞാൻ പോകണ വഴിക്ക് തന്നെ കാണിച്ചു തരാം. ഇവിടെ അത്യാവശ്യം ടൂറിസ്റ്റുകൾ പോകണ്ട കേട്ടോ. നമ്മളിപ്പോൾ അന്വേഷിക്ക് കുറേ ടൂറിസ്റ്റുകൾ മറ്റേ ഇന്നോവയിലൊക്കെ പോകണ്ടായിരുന്നു. അനിനിയിലേക്ക് പോകണതായിക്കോട്ടെ. കണ്ടില്ലേ അവിടെ ഒരു വണ്ടി പോകുന്നുണ്ട്. ഇതൊക്കെ ടൂറിസ്റ്റുകളാണ് കേട്ടോ. ദിവസവും ഒരുപാട് ടൂറിസ്റ്റുകൾ വന്നൊരു സ്ഥലമുണ്ട് അനിനി. നമ്മുടെ തവാങ്ങൊക്കെ പോലെ തന്നെയാണ് ഇവിടെയും ഒരുപാട് ടൂറിസ്റ്റുകൾ വരും. പക്ഷേ തവാങ്ങിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ റോഡ് ഇവിടെ കുറച്ച് മോശമെന്നാണ് കേട്ടത് കേട്ടോ. തവാങ് നല്ല റൂട്ടാണ്. അത് നിങ്ങൾ പോയ ആൾക്കാരൊക്കെ ആണെങ്കിൽ മനസ്സിലാവും കേട്ടോ. പിന്നെ ഇവിടെയും പണി നടന്നിരിക്കണേണ്. നമ്മളെങ്ങനെ കയറി വരുമ്പോൾ ഒരു കിട്ടില്ല വ്യൂ പോയിന്റ് ഉണ്ട് കേട്ടോ. അതിൻ്റെ സൈക്കിൾ ഇവിടെ ഉണ്ട്. നമ്മളിങ്ങനെ കയറി കണ്ടോ വന്നത്. ഇത് നോക്കിയേ, നല്ല അടിപൊളി വ്യൂ ആണ് മക്കളെ. ഈ കാണുന്നതാണ് ബ്രഹ്മപുത്ര റിവർ കേട്ടോ. അതിൻ്റെ അപ്പുറത്ത് കാണുന്നത് ആസാമുമാണ്. ഇങ്ങനെ കോട വന്നിട്ടിരിക്കേണ്ട. കാരണം ഇത്ര നേരം നല്ല മഴയായിരുന്നു. നമ്മൾ വന്ന റൂട്ടാണ് ഈ കാണുന്നത്. പക്ഷെ എൻ്റെ മോനിങ്ങനെ അവിടെ ഒരു മിഥുന്ന് ഇപ്പം ഉണ്ടാകുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് പേടിച്ചത്. കാരണം ഞാൻ വിചാരിച്ചു വല്ല ടൈഗർ ആയിക്കുമെന്ന്. എപ്പോഴും ഇങ്ങാടും അങ്ങാടൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ വീഡിയോയും അതുപോലെ തന്നെ സൈക്കിളൊക്കെ ചവിട്ടി പോകണം കേട്ടോ. ഇത് കുറച്ച് ഡേഞ്ചർ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഇതിനൊക്കെ പെട്ടെന്ന് കണ്ടപ്പോൾ ആദ്യം പേടിച്ചു കേട്ടോ. പെട്ടെന്ന് ഇങ്ങനെ എന്തോ നോക്കണ പോലെ തോന്നി അതിൻ്റെ ഉള്ളിൽ കൂടെ. അപ്പോൾ ഇത് വണ്ടികൾ ഓരോന്നായിട്ട് വന്നുണ്ട്. മിക്കവാറും ഏതെങ്കിലും ഒരു വണ്ടിയിൽ കയറി പോകേണ്ടി വരും. ഭയങ്കര റിസ്ക്കാണെന്നാണ് പറഞ്ഞത്. നമുക്ക് റിസ്ക് എടുക്കാൻ ഒരു ഇതൊക്കെ ടൈഗർ ആയതുകൊണ്ടാണ്. വേറെ വലിയ ഇതാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. കുറേ വണ്ടിയിലൊക്കെ കയ്യാൻ ചോദിക്കട്ടോ. കുറേയൊക്കെ നിർത്തി. പക്ഷേ എല്ലാത്തിലും സാധനങ്ങളുണ്ട്. അതുകൊണ്ട് നടപടി ആയില്ല. വണ്ടിക്കാർ പറയും നിങ്ങൾ ആകെ ഇല്ല എന്താണ് ഹിന്ദിയാണ് പോയാലോ. എന്നാൽ നിങ്ങൾ മുന്നോട്ട് പോകണ്ട. നിങ്ങൾ വണ്ടി വല്ലതും കിട്ടുമെങ്കിൽ മാത്രം മുന്നോട്ട് പോയാൽ മതി, അല്ലെങ്കിൽ പണിയാവും. റീസെൻ്റ്ലി ഇപ്പോൾ കുറച്ച് പേരെയൊക്കെ കടിച്ചെന്നൊക്കെ ഉണ്ട് പറഞ്ഞാൽ. കുറേ പേര് അറ്റാക്ക് ചെയ്ത് ഞാൻ പറഞ്ഞില്ല പോലീസുകാരനെയൊക്കെ കടിച്ചെന്നൊക്കെ പറയണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാവരും അത് തന്നെ പറയണത്. എന്തായാലും വണ്ടി വന്നവരെ വെയിറ്റ് ചെയ്യാട്ടാ. നമ്മളെന്തായാലും മുന്നോട്ട് ഇത്രയും പോകണില്ല. ഇവിടെ എന്തോ ഒരു ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ മാക്സിമം പോയാൽ അവിടത്തും വരെ പോകുള്ളൂ. അത് കഴിഞ്ഞിട്ട് അപ്പുറത്തേക്ക് പോകണില്ല കേട്ടോ. കാരണം അവർ നമ്മളെ സ്റ്റോപ്പ് ചെയ്യും എന്തായാലും. ഇവന്മാരായിട്ടാ നമ്മൾ നേരത്തെ കണ്ടത്. ഇവിടെ പുല്ല് എന്നുണ്ടെങ്കിനെ ഇനി ഏകദേശം 40 കിലോമീറ്ററും കൂടെ ഉള്ളൂ കേട്ടോ. ഇവിടെ എവിടെയോ ഒരു ചെക്ക് പോസ്റ്റൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞു കേട്ടത്. ഒരു പിടുത്തമില്ല. അങ്ങനെയാണെങ്കിൽ അവിടെയെങ്കിലും പോയി നിന്നട്ടെ അന്വേഷിക്കാം. അവരാകുമ്പോൾ വണ്ടിയെങ്കിലും സെറ്റാക്കി തരുമല്ലോ. മേളിൽ നിന്ന് ഇങ്ങനെ ചെറിയൊരു വെള്ളച്ചാട്ടം ഒഴുകി വന്നിട്ടുണ്ട്. നല്ല തെളിഞ്ഞ വെള്ളം കേട്ടോ. മഴയൊക്കെ പെയ്തുകൊണ്ടാണെന്ന് തോന്നണേ ഇത്രയും വെള്ളം കാണാൻ പറ്റണത്. അല്ലെങ്കിൽ ഇത്രയൊന്നും ഉണ്ടാവില്ലെന്ന് തോന്നിട്ട് ഇവിടെയൊക്കെ. നല്ല ഭംഗിയാണ്. നല്ല തെളിഞ്ഞ വെള്ളം, നല്ല പച്ചപ്പാർന്ന പ്രകൃതി കേട്ടോ. ഇവിടെയൊക്കെ ഒരുപാട് ആൾക്കാർ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. വൈൽഡ് ലൈഫിൻ്റെ കൂടുതലും ഫോറിനേഴ്സാണ്. നമ്മൾ വന്നേക്കും അവിടെ കുറേ പേര് ഫോട്ടോ എടുത്തിട്ടുണ്ട് ഇപ്പം ഉണ്ട് കേട്ടോ. നമ്മളെ ഇപ്പം സഞ്ചരിക്കാൻ റൂട്ട് വീണ്ടും ചെറുതായിട്ടാ. ഇനി മുന്നോട്ട് പോകുന്നവർ വീണ്ടും ചെറുതാവും. ഒറ്റ വണ്ടിക്ക് കഷ്ടിച്ച് പോകാനുള്ള പോലെ കേട്ടോ. നമ്മൾ പല സ്ഥലങ്ങളിലും പോകുമ്പോഴും ഇതേപോലെയാണ് റോഡിൻ്റെ അവസ്ഥകൾ. ഇനി മിക്കവാറും ഇതൊക്കെ കട്ടിങ് ചെയ്തിട്ട് റോഡിൻ്റെ വീട് കൂട്ടുമെന്നാണ് തോന്നണത്. ഇത് നോക്കി ഇവിടെ ഒരു മരം വീണിരിക്കണ കണ്ടില്ലേ. ഇതെന്തോ എനിക്ക് തോന്നുന്നു മണ്ണിടിച്ചിലുണ്ടായതാണെന്ന് തോന്നണത്. ഈ കാണുന്നതൊക്കെ ഇവിടെയുള്ള റോഡ് പണിക്കാരൻ്റെ ചെറിയ ചെറിയ ഷെഡുകളാണ് കേട്ടോ. ഇവിടെ റോഡ് പണി കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ എന്തൊക്കെയോ ഷെഡാണെന്ന് തോന്നണ്. ഇവിടെ ഉമ്മാരി എന്തോ കട്ട് ചെയ്തിടണേന്ന് തോന്നണ്ടാ. കല്ലൊക്കെ ഇടിഞ്ഞിടിഞ്ഞ് താഴേക്ക് വീഴുന്നുണ്ട്. എൻ്റെ മോനെ. ओके भैया, थैंक यू. हाय भैया, आप लोग कहाँ से हो प्रॉपर भैया? आसाम से. आप लोग अभी कहाँ जा रहे हैं? अभी हम लोग जा रहे हैं हुल्ली. अच्छा, अब तो मेरे को लिफ्ट दिया था. थैंक यू भैया. एक्चुअली ये हुल्ली तक जा सकते हैं. हुल्ली होकर ही आनी नहीं जाना. अच्छा, मतलब है ना, मैं अयोध्या भी घूम के जाने का सोचा था, इसलिए ना ये रास्ता थोड़ा बहुत दिक्कत है ना ये रास्ता, इसलिए तो आइडिया में देखने लायक कुछ है नहीं. कुछ नहीं है, मतलब वो पास देखने के लिए ना. इसलिए तो ये हुल्ली से आपका वो आने का रास्ता तो हुल्ली से ही जाता है. हुल्ली से रास्ता खराब है ना. हुल्ली से आपको थोड़ा आगे तक खराब मिलेगा, उसके बाद अच्छा मिलेगा आपको. फुल लाइन मिलेगा आपको. अच्छा 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 अच्छा. അവസാനം ഈ വണ്ടിയിൽ കയറ്റിയാട്ട സൈക്കിള്. ഇവർ ഈ ഹുള്ളി വരെ ഉണ്ട്. അപ്പം അയോധ്യയിൽ ഇറങ്ങിയിട്ട് അയോധ്യ ഒന്ന് കണ്ടിട്ട് അവിടെ നിന്ന് ചവിട്ടി പോകാമെന്ന് വെച്ചിട്ടാ. ഹുള്ളി വരെയും പ്രശ്നമാണ് ശരിക്കും. പക്ഷേ ഏറ്റവും മെയിനായിട്ടുള്ളത് അയോധ്യ വരെയാണ്. അപ്പോൾ എന്തായാലും ഈ വണ്ടിയിൽ കയറ്റി ഇവർ ഹുള്ളി എന്ന് പറയുന്നത് ഏകദേശം 70 കിലോമീറ്റർ എന്തോ ഉണ്ടട്ടെ ഇവിടെ നിന്ന്. അപ്പോൾ അവിടം വരെ ഉണ്ട്.
ഭാഗ്യത്തിനാണ് ഈ വണ്ടി കിട്ടിയേട്ടാ. നമ്മൾ സത്യം പറഞ്ഞാൽ തന്നെ പേടിച്ചാണ് യാത്ര ചെയ്യണത്. കാരണം ഈ റൂട്ട് നിങ്ങൾ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ പറ്റുമായിരിക്കും. വാർത്തയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ന്യൂസിലൊക്കെ. ഒന്നല്ല, ഒന്നിൽ കൂടുതലുണ്ട്, 3 or 4 അല്ലെങ്കിൽ അതിന് മേലിൽ ടൈഗർ ഉണ്ട് ഈ ഒരു ഏരിയയിൽ. ഈ ഒരു സമയത്തൊക്കെ വണ്ടികൾ ഒരുപാട് പോണതുകൊണ്ടായിരിക്കാം നമ്മൾ ഇത്ര സേഫ്ലി ഇവിടെ ദൂരം വന്നത്. അല്ലെങ്കിൽ ഭയങ്കര പണിയാട്ടാ, ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ളൊരു ഏരിയ ആണ് ഇത്. മൊത്തം ഫോറസ്റ്റ് ആണ് കേട്ടോ, മെഹോ ഫോറസ്റ്റ് ആണിത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഡിബാങ് നാഷണൽ പാർക്കിൻ്റെ ഒരു ഏരിയയിലിട്ട് വരുന്നുണ്ട് ഇത്. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ലോവർ ഡിബാങ് വാലി ഡിസ്ട്രിക്റ്റിലാണ് ഉള്ളത്. ഇനി മേലേക്ക് പോകുന്നത് എനിക്ക് തോന്നുന്നു അപ്പർ ഡിബാങ് വാലിയാണെന്ന് തോന്നുന്നുണ്ടാ. അനിനെയൊക്കെ വന്നത് അപ്പർ ഡിബാങ് വാലി ആയിരിക്കാം. അപ്പം മഴ പൊടിയനുണ്ട്. അപ്പോൾ ഭാഗ്യത്തിനാണ് ഇവരെ കിട്ടിയേട്ടാ. സത്യം പറഞ്ഞാൽ എന്നെ പേടിച്ചിരിക്കണായിരുന്നു. എന്തായാലും ആണ് നമ്മൾ പറഞ്ഞ മറ്റേതായിട്ടാ ചെക്ക് പോസ്റ്റ് ഏട്ടാ. അപ്പോൾ ഇവിടെ പോലീസുകാർ ഇപ്പം ഉണ്ട്. ചെറിയൊരു ഗ്രാമമാണ്. അപ്പോൾ അവിടെ നമ്മൾ ക്രോസ് ചെയ്തിട്ടാ. അത് കഴിഞ്ഞ് അവർ വിടൂല, അറിഞ്ഞിരിക്കണം. അത് കഴിഞ്ഞ് അവർ വിടേയില്ല കേട്ടോ, ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഭാഗ്യത്തിന് വണ്ടി കയറ്റി. അല്ലെങ്കിൽ അവരോട് പറഞ്ഞു കഴിഞ്ഞാലും വണ്ടി കയറ്റാട്ടോ നമുക്ക്. പിന്നെ അതുപോലെ തന്നെ ഇത് കണ്ടില്ലേ, കുറച്ച് വീടുകൾ മാത്രമേ ഉള്ളൂ ഈ ഒരു ഗ്രാമത്തിൽ. പിന്നെ ആൾക്കാർ വന്നിട്ട് ഇവിടേക്ക് റെസ്റ്റൊക്കെ എടുക്കാനായിട്ട് എന്നിട്ടേ മേലിലേക്ക് പോകാറുള്ളൂ. കാരണം വേറെ എവിടെയും നമുക്ക് ടെൻ്റ് അടിക്കാനോ അല്ലെങ്കിൽ കടകളോ കാര്യങ്ങളോ ഒന്നും കിട്ടില്ല. ഈ ഒരു വില്ലേജ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് വന്നതാണ് മയോധ്യ പാസ് കേട്ടോ. ഏകദേശം 28-26 കിലോമീറ്റർ ഉണ്ട്. പിന്നെ നമ്മളെ സൈക്കിള് ഇവിടെ ഇറക്കിയേട്ടാ. നമ്മളിപ്പോൾ ഉള്ളത് മയോധ്യ പാസിലാണ്. അപ്പോൾ ഇവരുണ്ട് കേട്ടോ. ഹായ് ഭയ്യ, आप लोग का नाम क्या है भैया? अमृत भाई। अमृत भाई, अब तो आसाम का है ना? हाय भैया। आसाम का है। अच्छा, हाय भैया, आप लोग, आपका नाम? मेरा नाम राजीव है। रजीत, हाय। नाम क्या है? हाय भैया। थैंक यू भैया, मेरे को भी बहुत ठंडा होगा। थैंक यू भैया, थैंक यू सो मच। हाय भैया, आपका नाम क्या है भैया? आतिश है ना आपका? आपका चैनल का नाम? मेरा चैनल का नाम ट्रैवल बाय अस्कर है। आप लोग भी सपोर्ट कर लो, शेयर भी कर लो. താങ്ക് യു സോ മച്ച് ഭയ്യ. അങ്ങനെ നമ്മൾ മയോധ്യ എത്തിയേട്ടാ. മയോധ്യ എത്തി. ഏകദേശം 8711 ഫീറ്റാണ് കേട്ടോ മയോധ്യ. ഹൈ ആൾട്ടിറ്റ്യൂഡാണ്. ഇവിടെ നിന്ന് നമ്മൾ നേരെ പോകണത് ഇത് അനിനി റൂട്ടാണ് ഈ റൂട്ട്. അപ്പം നമ്മളിവിടെ എന്നേക്ക് ഇവിടെ ഒരു പുറകിലൊരു ആർമിയുടെ കഫേ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് ചായ കുടിച്ച് ഇന്നിപ്പോൾ അവിടെയാണ് സ്റ്റേയും കാര്യങ്ങളൊക്കെ കേട്ടാ. ഇനിയിപ്പോൾ ഇതിൻ്റെ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് തങ്ങാനൊരു സ്ഥലം കിട്ടില്ല. കാരണം നമ്മളിനി അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ടൈഗർ ഉണ്ട്. ഇവിടുന്ന് ഏകദേശം ഒരു 30 കിലോമീറ്റർ വരെ ടൈഗറിൻ്റെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞു കേട്ടത്. അതുപോലെ തന്നെ നല്ല മഴയുണ്ട്, നല്ല തണുപ്പുണ്ട്. ഇതൊക്കെ ഫുള്ളിങ്ങനെ കോടയിട്ട് വന്നേക്കണേട്ടാ. ഇതാണ് ആർമിയുടെ ക്യാമ്പ്. അപ്പോൾ ഇവിടെ ഒരു ആർമി കഫേ ഉണ്ട്. പാവട്ടാ, അവർ വയറിറച്ച് ഫുഡ് വന്ന് ചോറും കറി ഉണ്ടാക്കി തന്നു. അത് കഴിഞ്ഞ് മാഗി കൊണ്ടുവന്നു, അത് കഴിഞ്ഞ് മോമോസ് കൊണ്ടുവന്നു, ചായ കൊണ്ടുവന്നു. ഭയങ്കര സ്നേഹട്ടാ. 2-3 ഗ്ലാസ് ചായ കുടിച്ച് അടിപൊളി ആൾക്കാർ. അപ്പോൾ എന്തായാലും ചെറിയൊരു വീഡിയോ പറഞ്ഞിട്ടാ. നിങ്ങൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. കാരണം നമ്മൾ വന്നവയ്ക്ക് കുറച്ച് ദൂരം വണ്ടി കയറ്റി വരേണ്ടി വന്നു. ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള ഒരു ഏരിയയാണ്. അന്ന് പോലീസുകാരനൊക്കെ അടിച്ചതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഇവരിങ്ങനെ മറച്ച് വെച്ചിട്ടുണ്ട്. പറ്റുമെങ്കിൽ പോണ ടൈമിൽ നമുക്ക് കാണിക്കാൻ പറ്റുമെങ്കിൽ ആ സ്ഥലം കൂടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള ഏരിയയാണ്. അപ്പോൾ എന്തായാലും ചെറിയൊരു വീഡിയോ ആണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ അല്ലെങ്കിൽ ഇഷ്ടപ്പെടാതിരിക്കുമോ എന്ന് എനിക്ക് അറിയില്ല. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും മാറ്റങ്ങളോ കാര്യങ്ങളോ വരുത്തണമെങ്കിൽ അതും നിങ്ങളൊന്ന് സജസ്റ്റ് ചെയ്യാം കേട്ടോ. എനിക്ക് വലിയ പിടുത്തമില്ല ഇതിനെക്കുറിച്ച്. നല്ല തണുപ്പുണ്ട് മക്കളെ, ജാക്കറ്റ് ഇടണം. അതുപോലെ മഴ പെയ്തിട്ടിരിക്കണേന്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് കാണാം.